ഇന്നലെ എന്തോന്ന് സാധനോട് അടിച്ച തലയൊക്കെ വെട്ടി പൊളന്നിട്ട് വയ്യ. ജയ് ജവാൻ. നിനക്കൊരു പ്രശ്നമില്ലേ? കൊള്ളാം. രാവിലെ ഒരു കുടം വാള് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഇറങ്ങിയത്. നിർത്തി, ഇതോടെ വെള്ളമടി നിർത്തി. ഹലോ, ഓക്കെ. ആരി വികാസ് പുതിയ വണ്ടി എടുത്ത് ചെലവുണ്ടെന്ന്. ഷേ ഇതുകൊണ്ട് പോണ്ടേ? നമുക്ക് ജസ്റ്റ് പോയി തല കാണിച്ചിട്ട് വരാം. ഇന്നോടെ ഉള്ളൂ, നാളെ തൊട്ട് അടിയില്ല കേട്ടോ. ഓക്കെ. എന്റെ പൊന്നെ, ഇന്നലെ എന്തൊരു അടിയടെ അടിച്ച്. ഞാൻ അടിച്ച് ഓഫായി പോയി. നിർത്തി, ഇതോടെ നിർത്തി. ഹലോ, ഓക്കെടാ. മനുവിന്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നു. അതിന് ഞാനുണ്ടെന്ന്. എന്നാ പിന്നെ ഇന്നൂടെ ആവാം. നാളെ മുതൽ പക്കയാണ്. പക്ക. ഇന്ന് മുതൽ ഒന്നുമില്ല അല്ലേടാ? ഇല്ല. ഹലോ, ഷേ പരിമളാനുസൃത ഇന്ന് ഏത് ദിവസമായിരുന്നു? ചൊവ്വ. നാളെ ബുധൻ, നല്ല ദിവസം. നാളെ തൊട്ട് നമുക്ക് അടി നിർത്താം. യോജിക്കുന്നു. എടാ അനന്തു, നമ്മൾ നന്നാവായി സമൂഹം സമ്മതിക്കൂലടാ. നമ്മൾ അടി നിർത്തി നിർത്താ ഓരോരുത്തർ മരാറ്റി വിളിച്ചു തുടങ്ങി. എടാ ചേച്ചിയുടെ മോളെ നൂല് കെട്ടറാ, എടാ പുതിയ വണ്ടി എടുത്ത് ചെലവുണ്ടറാ, എടാ ഗൾഫിൽ നിന്ന് മാമൻ പഴം കൊണ്ട് വന്നറാ. നിനക്കൊരു കാര്യം അറിയോ? പറ. ഈ ലോകം കണ്ട 1-ാം നമ്പർ എഞ്ചിനീയർ ആവണം എന്നായിരുന്നു എന്നെ കുറിച്ച് എന്റെ അച്ഛന്റെ സ്വപ്നം. എന്നിട്ടായില്ലേ രാജ്യം അറിയുന്ന 1-ാം നമ്പർ കൗട്ട. എന്റെ ഒരു നിഗമനത്തിൽ നമ്മൾ 40 വയസ്സാവുമ്പോഴേ കിഡ്നിയും അടിച്ചുപോയി, കരളും പൊത്ത്, കണ്ണും ചത്ത്, ദേഹത്തുള്ള സകലമാന സുനകളും അടിച്ചുപോയി, ആറ്റിയൽ പൊങ്കാലയ്ക്ക് അടുപ്പിൽ വെക്കില്ല ചൂട്ട് അതേപോലെ ആവും. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ മുഴുവനും കൊണ്ടുപോയി ജവാന്റെ തുള്ളികൾ.